വഖഫ് ബില്ലിന്മേൽ സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായ ഇടക്കാല വിധി വന്നിരിക്കുകയാണ്. മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കളെ കൈയടക്കാനായി മോദിയും കൂട്ടരും കൊണ്ടുവന്ന നാണംകെട്ട ബില്ലിലെ പ്രധാന ക്ലോസുകളെല്ലാം സ്റ്റേ ചെയ്യുകയാണ് സുപ്രീം കോടതി ചെയ്തത്. ഇതിന്മേൽ കനത്ത തിരിച്ചടിയാണ് സംഘികളുടെ സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായ ഇടക്കാല ഉത്തരവിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യക്കാർ എന്ന ഒറ്റ ലേബലിൽ ഒന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പല വഖഫ് സ്വത്തിന്മേലും പരാതികളും കേസുകളും ചില സ്ഥലങ്ങളിലൊക്കെ ക്രമക്കേടുകളും ഉണ്ടെന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിനു വേണ്ടി ശരിയായ ഉദ്ദേശത്തോടെയുള്ള ഒരു വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ്. എന്നാൽ മോദിയും കൂട്ടരും കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിന്റെ ഉദ്ദേശം ഇത്തരം കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ല, മറിച്ച് മുസ്ലിം സമുദായത്തെ അടിച്ചൊതുക്കുക എന്നുള്ളതിനു വേണ്ടി മാത്രമായിരുന്നു. സംഘികളുടെ അധീനതയിൽ വഖഫ് സ്വത്തുക്കൾ ആക്കാനുള്ള ഈ ബില്ലിനെതിരെ നിരവധി ഹർജികളാണ് സുപ്രീം കോടതിയിൽ വന്നത്. ഇതിന്മേൽ സുപ്രീം കോടതി പല പ്രാവശ്യമായി വാദം കേട്ടിരുന്നു. ഹർജിക്കാരുടെ പ്രധാന ആവശ്യം വഖഫ് ബൈ യൂസർ പ്രൊവിഷൻ എടുത്തു കളയുന്നത് തടയുക, വഖഫ് ബോർഡുകളിലേക്ക് ഭൂരിപക്ഷം സംഘികളെ പിൻവാതിലിലൂടെ ഈ നിയമം വഴി തിരികെ കയറ്റുന്നത് തടയുക, ഏതെങ്കിലും പ്രോപ്പർട്ടി വഖഫ് ആണോ അല്ലയോ എന്ന് കളക്ടർക്ക് തീരുമാനിക്കാം എന്നുള്ള പ്രൊവിഷൻ തടയുക, പ്രോപ്പർട്ടി വഖഫായി നൽകുന്നതിന് 5 വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള പ്രൊവിഷൻ തടയുക എന്നിവയായിരുന്നു. സുപ്രീം കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ് ഹർജിക്കാർ മുന്നോട്ട് വെച്ച ഈ എല്ലാ ആവശ്യങ്ങളെയും സംബന്ധിച്ചുള്ളതായിരുന്നു. ഇതുവരെയുള്ള ഹിയറിംഗിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഇതിന്മേൽ ഒരു തീരുമാനം ആകുന്നതുവരെ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും യാതൊരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതായത് പുതിയ വഖഫ് ബില്ലിന്മേലുള്ള യാതൊരു ക്ലോസുകളിലും സ്റ്റേ പുറപ്പെടുവിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലത്തെ ഹിയറിംഗിൽ പ്രധാന ക്ലോസുകളിൽ സുപ്രീം കോടതി സ്റ്റേ പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവവികാസം. ചീഫ് ജസ്റ്റിസ് BR ഗവായിയും അഗസ്റ്റിൻ ജോർജ് മസിഹും ചേർന്ന ബെഞ്ചാണ് ഇന്നലെ ഇതിന്മേൽ വാദം കേട്ടത്. 2025 വഖഫ് ബില്ലിലെ 3 പ്രധാന ക്ലോസുകളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ഒന്ന്, മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫ് ബോർഡുകളിലേക്കും വഖഫ് കൗൺസിലുകളിലും ഉൾപ്പെടുത്താനുള്ള പ്രൊവിഷൻ സ്റ്റേ ചെയ്തു. ഇത് സ്റ്റേ ചെയ്തു എന്ന് പറയുമ്പോൾ പൂർണ്ണമായി സ്റ്റേ ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് കേന്ദ്ര വഖഫ് കൗൺസിലിൽ 4ഉം സംസ്ഥാന വഖഫ് ബോർഡിൽ 3ഉം മാത്രമേ മുസ്ലിങ്ങളല്ലാത്തവർ പരമാവധി പാടുള്ളൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. മോദി സർക്കാർ കൊണ്ടുവന്ന നിയമം അനുസരിച്ച് വേണമെങ്കിൽ ഭൂരിപക്ഷം ആളുകൾ മുസ്ലിങ്ങൾ അല്ലാത്തവർ ആകാനുള്ള ഗൂഢമായ പ്രൊവിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മോദിക്കും കൂട്ടർക്കും ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് പറയാതെ വയ്യ. സംഘികളെ വഖഫ് ബോർഡിൽ ഭൂരിപക്ഷം തിരികെ കയറ്റി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനമെടുക്കാം എന്നുള്ള പരിപാടി ഇതോടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റേ ചെയ്ത പ്രൊവിഷൻ 5 വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് മാത്രമേ പ്രോപ്പർട്ടി വഖഫായി കൊടുക്കാനാവൂ എന്നുള്ള പ്രൊവിഷനാണ്. അതായത് ഒരു വ്യക്തി മുസ്ലിം മതവിശ്വാസി ആയിട്ട് ഒരു ദിവസം മാത്രമേ ആയെങ്കിൽ പോലും ആ വ്യക്തിക്ക് പ്രോപ്പർട്ടി വഖഫായി കൊടുക്കാൻ ഈ സ്റ്റേയോടുകൂടി സാധിക്കും. എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് 5 വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത ആൾക്ക് മാത്രമേ പ്രോപ്പർട്ടി വഖഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രൊവിഷൻ കൊണ്ടുവന്നത് എന്ന് വിവേകമുള്ളവർക്ക് ഒരു തരത്തിലും മനസ്സിലാവുന്ന കാര്യമല്ല. ഏതായാലും ആ കാര്യത്തിൽ വലിയ തിരിച്ചടിയാണ് മോദിക്കും കൂട്ടർക്കും ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേ ചെയ്തിരിക്കുന്ന പ്രൊവിഷൻ കളക്ടർക്ക് വഖഫായ ഒരു പ്രോപ്പർട്ടിക്ക് തനിക്ക് തോന്നിയതുപോലെ വഖഫല്ല എന്ന് പ്രഖ്യാപിക്കാം എന്നുള്ളതാണ്. ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സംഘികളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇന്ന്. ഇത്തരത്തിൽ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നതുകൊണ്ട് അവർ ആഗ്രഹിച്ചത് വർഷങ്ങളായി വഖഫായി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടികൾ, ഉദാഹരണത്തിന് മസ്ജിദുകൾ, ഖബറിസ്ഥാൻ എന്നിവയൊക്കെ ഇനി മുതൽ വഖഫല്ല എന്ന് സംഘികളായ കളക്ടർമാരെ കൊണ്ട് പ്രഖ്യാപിച്ച് തട്ടിയെടുത്ത് അദാനിയും അംബാനിയും പോലെയുള്ളവർക്ക് ഇഷ്ടദാനം നൽകാം എന്നുള്ള അവരുടെ ആഗ്രഹത്തിനാണ് ഇതുവഴി വലിയ തിരിച്ചടി ഏറ്റിരിക്കുന്നത്. പിന്നീടുള്ള വലിയൊരു പ്രൊവിഷൻ വഖഫ് ബൈ യൂസർ എടുത്തു കളയുക എന്നുള്ളതായിരുന്നു. ഇതിന്മേലും വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വഖഫ് ബൈ യൂസർ എടുത്തു കളയാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു.
എന്നാൽ പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട ക്ലോസ് സ്റ്റേ ചെയ്തിട്ടില്ല. അതായത് നിലവിൽ വഖഫായി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടികൾ അങ്ങനെ തന്നെ തുടരണം, എന്നാൽ രജിസ്ട്രേഷൻ നിബന്ധനകൾ പാലിക്കണം എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് അപൂർവമായ സാഹചര്യത്തിൽ മാത്രമേ സ്റ്റേ നൽകാറുള്ളൂ എന്നാണ്. നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യാനാവില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കി. അതുപോലെ വഖഫ് ബോർഡ് സിഇഒ ആയി മുസ്ലിം അല്ലാത്ത ആളുകളെയും നിയമിക്കാമെന്നും കോടതി വ്യക്തമാക്കി. നിലവിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ ആരാധനാലയമായി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടികൾ അതേ രീതിയിൽ തന്നെ തുടരും. അത് മോസ്ക് ആണെങ്കിലും അമ്പലമാണെങ്കിലും ഗുരുദ്വാര ആണെങ്കിലും പള്ളികളാണെങ്കിലും. ഏതെങ്കിലും പ്രോപ്പർട്ടി വഖഫ് ആണോ അല്ലയോ എന്ന് തർക്കമുണ്ടെങ്കിൽ കളക്ടർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അല്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ നിർണായകമായ ഉത്തരവാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് വലിയ അധികാര ദുർവിനിയോഗത്തിന് കാരണമാകും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇനി അത്തരം പ്രോപ്പർട്ടികൾ വഖഫ് ആണോ അല്ലയോ എന്നുള്ളത് കോടതിയിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് 5 വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത വ്യക്തിക്ക് മാത്രമേ വഖഫ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിചിത്രമായ ക്ലോസും കോടതി സ്റ്റേ ചെയ്തത്. അതുവഴി ആർക്ക് വേണമെങ്കിലും സ്വന്തം പ്രോപ്പർട്ടി വഖഫായി നൽകാൻ കഴിയും. അല്ലാതെ ഒരാൾ മുസ്ലിം ആണോ അല്ലയോ എന്ന് മോദി സർക്കാർ അല്ല തീരുമാനിക്കേണ്ടത് എന്നാണ് ഈ ഉത്തരവിന്റെ സാരം. സുപ്രീം കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ് സംഘികളിലെല്ലാം വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പേരുകേട്ട ഒരു മന്ദഭക്തൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അജിത് ഭാരതിയുടെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം കണ്ടാൽ തന്നെ ഇത് വ്യക്തമാവും. അയാൾ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: സുപ്രീം കോടതി ഗവൺമെന്റിന്റെ വഖഫ് അമെൻഡ്മെന്റ് ആക്ട് 2025 പരിപൂർണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് BJP ആളുകൾ ഇത് അവരുടെ വലിയ വിജയമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഓർക്കണം, ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ ഫേക്ക് ന്യൂസുകൾ മാത്രം പ്രചരിപ്പിക്കുകയും മോദി എന്ത് ചെയ്താലും അത് മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്ന് പറഞ്ഞ് 20-30 മിനിറ്റ് നീളമുള്ള യൂട്യൂബ് വീഡിയോകൾ ഇടുകയും ചെയ്യുന്ന ആളാണ്. ആ മന്ദൻ സംഘി പോലും പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി സർക്കാരിന്റെ വഖഫ് ബില്ലിനെ പരിപൂർണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എത്ര വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും സംഘികളുടെ വഖഫ് ബില്ലിന് ഉണ്ടായിരിക്കുന്നത് എന്ന്. ഒരിക്കലും ആരും ആവശ്യപ്പെട്ടതോ പ്രതീക്ഷിച്ചതോ ആയ കാര്യമല്ല ഈ ബില്ലിനെ പരിപൂർണമായി സ്റ്റേ ചെയ്യുക എന്നുള്ളത്. എന്നാൽ അതിലെ മുസ്ലിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസുകൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് സ്റ്റേ ചെയ്തത് വലിയ തിരിച്ചടിയാണ് എന്ന് പറഞ്ഞാൽ പോരാ, കർണക്കുറ്റിക്ക് കിട്ടിയ അടി പോലെയാണ്. ചില കാര്യങ്ങളിൽ എങ്കിലും നിയമവും ഭരണഘടനയും സംരക്ഷിക്കാൻ സുപ്രീം കോടതി എങ്കിലും ഉണ്ടെന്നുള്ളത് വലിയ ആശ്വാസമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?